ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഭയങ്കര ചൂട് കാലമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പോപ്സിക്കിൾ സ്റ്റിക്സും സിപ്പപ്പും ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് നമ്മൾ ഫ്രൂട്ട് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നമ്മൾ മിൽക്ക് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പോപ്സിക്കിൾസ് ഉണ്ടാക്കാൻ ഞാൻ ഈ ഒരു മോൾഡാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു മോൾഡാണ്. ആകെ ഒരു 150 റുപ്പീസ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കി. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സും മോൾഡായിട്ട് ഉപയോഗിക്കാം. ഇത് കുറച്ചുകൂടി ഇതായതുകൊണ്ട് ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിപ്പപ്പിൻ്റെ കവറും. നമ്മൾ ഒരു 1/2 ലിറ്റർ പാലാണ്, പിന്നെ ഇതിലൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടിയും പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഈ ഒരു മെഷർമെൻറ്റ്സിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ മിൽക്ക് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു കോൺഫ്ലവറിൻ്റെയും പാൽപ്പൊടിയുടെയും മിക്സിലേക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വിസ്കും യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സ്ചർ പാലിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഗ്യാസ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ്, ഞാൻ ക്ലിയർ വാനില എസൻസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുന്തിരീൻ്റെ ഒരു ഇതും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മുന്തിരി ഒന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മുന്തിരിയുടെ സിപ്പപ്പ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ കളറാണ് ആഡ് ചെയ്യുന്നത്, ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ്, പിങ്ക്, ഓറഞ്ച്, ഗ്രീൻ, അങ്ങനത്തെ കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു പാലിൻ്റെ തന്നെ കളേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യണ്ട കേട്ടോ. ഞാൻ കുറച്ച് മൊഞ്ച് കൂട്ടാനും പിന്നെ കുറച്ച് രസം ഉണ്ടാവുമല്ലോ തിന്നാനൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇത് അത്ര നല്ലതൊന്നുമല്ല, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാനൊക്കെ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നന്നായിട്ട് കുറച്ച് 2 ഡ്രോപ്സ് കേട്ടോ, അത്ര മതി. എന്നിട്ട് ആ ഒരു മിക്സ്ചർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. 3 കളേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേത് ഗ്രേപ്പിൻ്റെ ഉണ്ടല്ലോ. നമ്മൾ 4 എണ്ണം നമുക്ക് ടോട്ടലി കിട്ടിയിട്ടുണ്ട്. 5 എണ്ണം കേട്ടോ. ആ ഒരു പ്ലെയിനിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പോപ്സിക്കിൾ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു 6 പോപ്സിക്കിൾ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഗ്രേപ്പിൻ്റെ ആണ് ഒഴിക്കുന്നത്. ഗ്രേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മുന്തിരി ബോയിൽ ചെയ്ത് എടുത്തിട്ട് ഉള്ളതാണ്. കുറച്ച് പഞ്ചസാരയും ചേർക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് തിരിച്ച് അതിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ഇതിലൊഴിക്കുക. ഇടയ്ക്കൊക്കെ ചിന്തിപ്പോയി, എൻ്റെ പോലെ ചിന്താതിരിക്കുക നിങ്ങൾ. അങ്ങനെ നമ്മൾ കളേഴ്സ് ഒഴിച്ചതൊക്കെ അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും ഇതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ വരെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഞാൻ കുക്കിങ്ങിൽ വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരെണ്ണം പാലിൻ്റെയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് മുമ്പ് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉമ്മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾ സിപ്പപ്പാണ് ഉണ്ടാക്കുന്നത്. കുറേ ബാക്കി ഉണ്ടായിരുന്നു. സിപ്പപ്പിൻ്റെ കവർ നമുക്ക് ഏത് പീടികയിലും കിട്ടും കേട്ടോ. അത് ഒരു 10 രൂപയ്ക്ക് കുറേ കിട്ടും. അങ്ങനെ നമ്മളെല്ലാം കൂടെ അങ്ങ് ഒഴിക്കും. പിന്നെ ഞാൻ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ളതുകൊണ്ട് ഞാനും കഴിച്ച് കുറച്ച് അതിലേക്ക് ഒഴിച്ചൊക്കെ കൊടുത്തു. എനിക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ നമ്മൾ സിപ്പപ്പ് എല്ലാം ഇതിലേക്ക് ഒഴിച്ച് ഞാനൊരു ഗ്ലാസ്സിൽ സിപ്പപ്പിൻ്റെ കവർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ ചിന്തില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള സിപ്പപ്പ് ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ.
ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ഞാൻ എന്താ ചെയ്യണതെന്ന്. സോ ഞാനങ്ങനെ അമ്മയ്ക്കും കഴിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ഇങ്ങനെ ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രേപ്പും അതും ഇതൊക്കെ മിക്സ് ചെയ്തു. ഞാൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ കുറച്ചെണ്ണേ ഉണ്ടാക്കിയുള്ളൂ, ബാക്കി വന്നതല്ലേ. പിന്നെ നമ്മളിത് എങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് തീയിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ ചിന്തില്ല കേട്ടോ, അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്നാൽ അത് തന്നെ ഒട്ടിക്കോളൂ. നിങ്ങളൊന്ന് മറിച്ച് നോക്കിക്കോളൂ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ലീക്കാവുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെ ഇത്രയും സിപ്പപ്പം കിട്ടി. അങ്ങനെ ഞാൻ തീയൊക്കെ അണച്ചു. അങ്ങനെ ഇത്രയും സിപ്പപ്പേ കിട്ടിയുള്ളൂ. പിന്നെ ആ രണ്ടെണ്ണം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ഫ്ലേവേഴ്സും കൂടെ ബാക്കി വന്നത് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 കിട്ടി. സോ സിപ്പപ്പൊക്കെ ഫിനിഷായി. ഇത് നമ്മൾ ഇത് അറ്റ്ലീസ്റ്റ് ഒരു 8 hours എങ്കിലും നിങ്ങൾ വെക്കണം, എന്നിട്ട് വേണം ഇത് ട്രൈ ചെയ്യാൻ. ഗൈസ് ഭയങ്കര ടേസ്റ്റാണ്, സത്യം പറയാലോ. ഇത് ഞാനും ഉമ്മ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, സത്യം പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സമ്മർ ടൈമിലൊക്കെ ഈ ചൂടത്ത് നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു കൂള് കിട്ടും. ഇനി നമ്മൾ സിപ്പപ്പാണ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. സിപ്പപ്പ് മഞ്ഞയാണ് ഞാൻ എടുക്കുന്നത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിറ്റേ ദിവസമാണ് ഇത് ഉണ്ടാക്കുന്നത്, എടുക്കുന്നത്, ഇത് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയിരുന്നു, സോ അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ്, അതും ഇതും സെയിം ആയതുകൊണ്ട് അതും ഇത് സെയിം ടേസ്റ്റാണ്. ബട്ട് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്വർഗം കാണും. അത്രയ്ക്കും ടേസ്റ്റുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. സോ ബൈ.